ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന നല്ല സ്വീറ്റ് ഡിഷാണ്. ഫ്രൂട്ട്സ് ആൻഡ് ബ്രെഡ് പുഡിംഗ് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ടാണ് ഞാനിത് സൈഡ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ 3 ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, ഒരു മാംഗോ ആണ് എടുത്ത് വെച്ചിരുന്നത്. ഒരു ചെറിയ ഫാമിലിക്ക് ഇത് തന്നെ മതിയാവും. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് പോകാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്തു. അതിലേക്ക് ഒരു ചെറിയ കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കുന്നു. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസ് തയ്യാറായിട്ടുണ്ട്. അതിനൂടെ മാറ്റി വെക്കുകയാണ്. സെയിം ജാറിലേക്ക് നമുക്കൊരു ക്രീം റെഡിയാക്കാം. അതിലായിട്ട് ആപ്പിളിൻ്റെ സ്ലൈസസും സ്കിന്ന് കളഞ്ഞ ഓറഞ്ചും ഞാനിവിടെ ഫില്ല് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ നല്ലോണം അരച്ച് നമ്മളൊരു ക്രീം റെഡിയാക്കണം. ഇതിലേക്ക് കുറച്ച് പാല് ഞാനിവിടെ ചേർക്കുന്നു. കുറച്ച് പഞ്ചസാര മധുരത്തിനായിട്ട് കുറച്ചേ ഞാനത് ചേർക്കുന്നുള്ളൂ. മധുരം കുറച്ച് മധുരമുണ്ടാകും, കൂടുതൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ക്രീം റെഡിയാക്കി ഞാനത് മാറ്റി വെക്കുകയാണ്. മിക്സിയുടെ വേറൊരു ജാറിലേക്ക് മാംഗോയുടെ ക്രീം നമുക്ക് റെഡിയാക്കാം. പഴയ പോലെ തന്നെ സ്ലൈസസ് ഇട്ട് പാലൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ട് നമ്മുടെ ക്രീം റെഡിയാക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ മാംഗോയുടെ ക്രീമും റെഡിയാക്കി മാറ്റി വെക്കുകയാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോയുടെ ക്രീമിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ചേർത്ത് നല്ലതുകൊണ്ട് ഇത് ബീറ്റ് ചെയ്ത് നമുക്ക് അതോടെ മാറ്റി വെക്കാം. നല്ലോണം ബീറ്റ് ചെയ്യണം. നല്ലോണം ബീറ്റ് ചെയ്തിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. ഇതാണ് ബ്രെഡിൻ്റെ സ്ലൈസസ്. ഞാൻ ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ തയ്യാറാക്കുന്ന ബൗളിൻ്റെ അകത്തെ സൈസിലാണ് ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബൗൾ ഇതാണ്. ഈ ബൗളിൻ്റെ സൈസിലാണ് നമ്മൾ ആദ്യം ബ്രെഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓരോ ബ്രെഡുകൾ എടുത്തിട്ട് നമ്മുടെ ആപ്പിൾ ഓറഞ്ച് കൂടെ ചെയ്ത് വെച്ചേക്കുന്ന ക്രീമിലേക്ക് നല്ലോണം മുക്കി ഒരു ലെയർ നമുക്ക് ഇട്ട് വെക്കാം. നല്ലോണം മുക്കിയിട്ട് ഒരു ലെയർ നമുക്കിതിന് മുകളിൽ നമുക്ക് ഈ ബൗളിൻ്റെ താഴത്തേക്കാണ് ഫില്ല് ചെയ്യുന്നത്. ഒരു ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് ഇതിന് മുകളിലിടുന്നത്. ഒരു ലെയർ ബ്രെഡ് ക്രംസ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഈ ഒരു ലെയറിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോയുടെ ക്രീം ഫില്ല് ചെയ്യുകയാണ്. മാംഗോയുടെ സ്ലൈസസിന് മുകളിൽ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തു. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്രെഡ് നമ്മുടെ ഓറഞ്ചും ആപ്പിളിൻ്റെയും ക്രീമിനകത്തേക്ക് മിക്സ് ചെയ്ത് ഒരു ലെയർ ഇട്ടു. അതിന് മുകളിലേക്ക് ബ്രെഡ് ക്രംസ് ഫില്ല് ചെയ്യുകയാണ്. ലാസ്റ്റ് വന്ന് നമ്മുടെ മാംഗോയുടെ ക്രീമിനകത്തേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് നല്ലതുകൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് അത് നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ആപ്പിളും ഓറഞ്ചും ഉള്ള ക്രീം ഫില്ല് ചെയ്യുകയാണ്. ഡിസൈൻ വേണ്ടവർക്ക് നമ്മൾ നല്ല ഡിസൈൻ നമുക്ക് അതിനകത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് മുകളിലേക്ക് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ടൂത്ത് പിക്കിന് വേണ്ടി ഞാൻ ചുമ്മാതെ വെറുതെ ഒരു ഡിസൈൻ മാത്രമായിട്ട് വെക്കുന്നു. സമയമുള്ളവർക്ക് അത് കൂടുതൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ മാംഗോയുടെ സ്ലൈസസ് ഇട്ടു. ഇതിന് മുകളിൽ പോമഗ്രാനൈറ്റ് കൂടെ ഇടുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. 2-3 hours നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കുക. തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി.